ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ഇമാജിനേഷൻ എന്ന സെക്കൻഡ് യൂണിറ്റിലെ എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീഡ് ദ സ്റ്റോറി വൺസ് അഗെയിൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. എന്താണ് ആ സ്റ്റോറി ഒരു വട്ടം കൂടി വായിച്ചതിന് ശേഷം താഴെ നൽകിയിട്ടുള്ളവ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ ടേബിൾ ഒന്ന് നോക്കൂ. ലൊക്കേഷൻ നൽകിയിട്ടുണ്ട്, ക്യാരക്ടേഴ്സ് നൽകിയിട്ടുണ്ട്, തീം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോറി വായിച്ച് ലൊക്കേഷനും, അതായത് ഈ സ്റ്റോറിയിലെ ലൊക്കേഷനും ക്യാരക്ടേഴ്സും തീമും ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ഇതിലേതൊക്കെയാണ് ലൊക്കേഷൻ നമുക്കറിയാം, പാർക്ക് ഇൻ ബെർലിൻ അല്ലേ, ബെർലിനിലെ പാർക്കാണ്. അപ്പോൾ നമുക്ക് എഴുതാം പാർക്ക് ഇൻ ബെർലിൻ. ദെൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? യെസ്, ഡോൾ ഉണ്ട്, അതുപോലെ തന്നെ ഗേൾ, ദെൻ കാഫ്ക ആൻഡ് യങ് മാൻ. ഡോളിനെ മാരി ചെയ്യുന്ന യങ് മാനില്ലേ, അപ്പോൾ ഡോള്, ഗേള്, കാഫ്ക, യങ് മാൻ. ദെൻ തീം എന്തൊക്കെയാണ്? യെസ്, ലവ് ഉണ്ടല്ലേ, സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ്, നഷ്ടം, അതായത് ആ ഡോളിനെ നഷ്ടപ്പെടുന്നുണ്ടല്ലേ, ലവ്, ലോസ്. അതുപോലെ തന്നെ എന്താണ്? കൈൻഡ്നെസ്, ദയ. കാഫ്കയുടെ ആ കൈൻഡ്നെസ്സും ഇതിൽ പറയുന്നില്ലേ, തീമായിട്ട് വരുന്നില്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ലവ്, ലോസ്, കൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ പാർക്ക് ഇൻ ബെർലിൻ, ദെൻ ക്യാരക്ടർ ഡോൾ, ഗേൾ, കാഫ്ക, യങ് മാൻ. ദെൻ തീം ലവ്, ലോസ്, കൈൻഡ്നെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് നൽകിയിട്ടുള്ള സെൻറ്റൻസ് നിങ്ങളോട് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അതെന്തായിരുന്നു? ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക്. കാഫ്ക എന്താണ്? ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു. പാർക്ക് ഇൻ ബെർലിൻ. He met a girl who was crying because she had lost her favorite doll. He met a girl. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടി അല്ലേ. മീറ്റ് നമുക്കറിയാം, കണ്ടുമുട്ടുക. മീറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? യെസ്, മെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹി മെറ്റ് എ ഗേൾ who was crying because she had lost of her favorite doll. ആ പെൺകുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? കരയുകയായിരുന്നു അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? യെസ്, ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവളുടെ ഫേവറേറ്റ് ഡോളിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് അവൾ കരയുകയായിരുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. കാഫ്ക കംഫോർട്ടഡ് ദാറ്റ് ലിറ്റിൽ ഗേൾ ഹു ഹാസ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്. ആ ഗ്രേറ്റ് ഡിസ്ട്രസ്സിലായിട്ടിരിക്കുന്ന പെൺകുട്ടിയെ കാഫ്ക എന്ത് ചെയ്തു? കംഫോർട്ടാക്കി അല്ലേ. ഹിയർസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ. ഹിയർ ഈസ് എ സ്മോൾ പാർട്ട് ഓഫ് ദെയർ കോൺവെർസേഷൻ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്. അതായത് നമ്മുടെ കാഫ്കയും ലിറ്റിൽ ഗേളും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? ഫസ്റ്റ് നോക്കൂ, കാഫ്ക എന്താ പറയുന്നത്? ഓ ഡിയർ, വൈ ആർ യു ക്രൈയിങ്. അപ്പോൾ എന്താണ്? ലിറ്റിൽ ഗേൾ പറയാണ്, മൈ ലെവി മൈ ഡോൾ. ലെവി, എൻ്റെ ലെവി എൻ്റെ പാവ. ദെൻ കാഫ്ക എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കൂട്ടുകാരെ? എന്താണ്? യെസ്, വാട്ട്സ് റോങ് വിത്ത് യുവർ ഡോൾ. നിൻ്റെ ഡോളിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം ലിറ്റിൽ ഗേൾ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ലോസ്റ്റ് ഹെർ. എനിക്ക് അവളെ നഷ്ടപ്പെട്ടു. ഐ വാസ് പ്ലേയിങ് വിത്ത് ഹെർ നിയർ ദ ലേക്ക് ആൻഡ് ദെൻ ഐ കുഡിൻ ഫൈൻഡ് ഹെർ എനിവർ. ഞാൻ എന്താണ് അവളുമായിട്ട് ലേക്കിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയായിരുന്നു. അതിന് ശേഷം എനിക്ക് അവളെ എവിടെയാണ് അവളെ നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കാഫ്ക പറയാണ്, ദാറ്റ് മസ്റ്റ് ബി വെരി അപ്സെറ്റിംഗ്. ആർ യു ഷുവർ യു ലുക്ക്ഡ് എവരിവർ. അതല്ല നീ അപ്സെറ്റ് ആയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയാം അല്ലേ. മസ്റ്റ് ബി വെരി അപ്സെറ്റിംഗ്. ആർ യു ഷുവർ യു ലുക്ക്ഡ് എവരിവർ. നീ എല്ലായിടത്തും നോക്കിയെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ലിറ്റിൽ ഗേൾ എന്താ പറയുന്നത്? യെസ്, ഐ ലുക്ക്ഡ് എവരിവർ. അതെ, ഞാൻ എല്ലായിടത്തും നോക്കി. ഐ ഈവൻ ആസ്ക്ഡ് സം അതർ പീപ്പിൾ ഇഫ് ദേ ഹാഡ് സീൻ ഹെർ. ഞാൻ എന്താണ് മറ്റ് ജനങ്ങളോട് ചോദിച്ചില്ലേ, മറ്റാൾക്കാരോടൊക്കെ ചോദിച്ചു അവർ ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ എന്നല്ലേ. അപ്പോൾ കാഫ്ക പിന്നെ ചോദിക്കുന്നതാണ്, ഡിഡ് യു ഹാവ് എ സ്പെഷ്യൽ നെയിം ഫോർ യുവർ ഡോൾ. നിൻ്റെ ഡോളിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നെയിം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ഗേൾ പറയാണ്, യെസ്, ഹെർ നെയിം ഈസ് ലെവി. യെസ്, ഉണ്ട്, അവളുടെ പേര് ലെവി എന്നാണ്. ഷീ ഈസ് മൈ ഫേവറേറ്റ് ഡോൾ ഇൻ ദ ഹോൾ വേൾഡ്. ലോകത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഡോളാണ് അവളെന്ന് പറയുകയാണ്.
അപ്പോൾ കാഫ്ക എന്താ പറയുന്നത്, ദാറ്റ്സ് വെരി സ്പെഷ്യൽ, ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഫോർ ഹെർ ടുഗെദർ. വളരെ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്ന് പറയണല്ലേ. എന്നിട്ട് പറയാണ് ലെറ്റ്സ് ഗോ ആൻഡ് ലുക്ക് ഫോർ ഹെർ ടുഗെദർ. നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, അവളെ തിരഞ്ഞു നോക്കാം. ലിറ്റിൽ ഗേൾ, ഓക്കെ വെരി കൈൻഡ് ഓഫ് യു. എന്താണ് ഓക്കെ, നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു പറയാണല്ലേ. ഓക്കെ വെരി കൈൻഡ് ഓഫ് യു. നിങ്ങൾ ദെൻ കാഫ്ക എന്താ പറയണത്, വി വിൽ സെർച്ച് എവരിവെയർ അണ്ടിൽ വി ഫൈൻഡ് ഹെർ. നമുക്ക് എല്ലായിടത്തും അവളെ കണ്ടെത്തുന്നവരെ അവളെ സെർച്ച് ചെയ്യാം. ഡോണ്ട് വറി, വി വിൽ ഗെറ്റ് അവർ ലെവി ബാക്ക്. നീ വിഷമിക്കേണ്ട, നമുക്ക് നമ്മുടെ ലെവിയെ തിരിച്ചു കിട്ടും. ഇങ്ങനെ കൂട്ടുകാർക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങളുടേതായ വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, കൂട്ടുകാർക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. Okay, then enact the roles the little girl and Kafka using the conversation prepared. then എന്ത് ചെയ്യണം നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്തില്ലേ, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കോൺവെർസേഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഇനാക്ട് ചെയ്യുക, അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ക്രിപ്റ്റൊക്കെ എഴുതി നിങ്ങളോട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ ഈ പ്രവർത്തനം ക്ലാസ്സിൽ ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള എടുത്തിട്ടുള്ള സെൻറ്റൻസ് നിങ്ങളോട് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് വായിച്ച് നോക്കിയാലോ. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റർ ഫ്രം ദ ഡോൾ. ഡോളിൽ നിന്ന് പെൺകുട്ടിക്ക് ഇങ്ങനെ തുടർന്നും കത്തുകൾ കിട്ടിയല്ലേ. ഷി റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോൾ എന്താണ് അവളുടെ അഡ്വഞ്ചേഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ടല്ലേ എഴുതി. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ എന്താണ്, ലെറ്റേഴ്സൊക്കെ എന്ത് ചെയ്തു, ഗേളിനെ സന്തോഷവതിയാക്കി. ദിസ് വെൻ ഫോർ സം ടൈം. അതങ്ങനെ കുറേ കാലം അങ്ങനെ പോയല്ലോ, അവൾ കുറേ നേരം അതങ്ങനെ വായിച്ചു. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹെർ. ഇങ്ങനെ ലെറ്റേഴ്സ് കിട്ടിയതിന് ശേഷം എന്താ അവൾക്ക് തോന്നിയത്, അവളെ കാണാനുള്ള ആഗ്രഹം തോന്നിയല്ലേ. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ് ബട്ട് ദ ഡോൾ ഡിഡിൻ ടേൺ അപ്പ്. അവളിങ്ങനെ കാത്തിരുന്നിട്ട് എന്താണ്, അവളുടെ ഡോള് തിരിച്ചു വന്നില്ല. സോ ഷീ ഡിസൈഡ് ടു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻ ഇൻ ഹെർ ഡയറി. അതുകൊണ്ട് അവൾ എന്ത് തീരുമാനിച്ചു, സോ ഷീ ഡിസൈഡഡ്, അവൾ തീരുമാനിച്ചു പുട്ട് ഹെർ തോട്ട്സ് ആൻഡ് ഇമോഷൻ ഇൻ ഹെർ ഡയറി. അവളുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ അവളുടെ ഡയറിയിൽ എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. ഗേളിൻ്റെ ഡയറി എൻട്രി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. ഗേളിൻ്റെ ഡയറി എൻട്രി നമ്മളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കൂ. ഇതുപോലെ ഒരു കോളമൊക്കെ വരച്ച് ഇതുപോലെ മൈ ഡയറി എന്ന് എഴുതി ഇതിനെന്താണ് ഒരു കോർണറിലായിട്ട് ഡേറ്റും ഡേയും എഴുതണമല്ലേ. ഇവിടെ നോക്കൂ, തേഴ്സ്ഡ് 18th ജൂലൈ ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡയറി എഴുതിയാലോ. എഴുതാം. തേഴ്സ്ഡേ 18th ജൂലൈ. ടുഡേ വാസ് എ പെയിൻഫുൾ ഡേ ഫോർ മീ. 18th ജൂലൈ, അതായത് ഇന്ന് എനിക്ക് എന്തായിരുന്നു, വളരെ വേദനാജനകമായൊരു ദിവസമായിരുന്നു. ഐ വെയിറ്റഡ് ഈഗർലി ഫോർ മൈ ഡോൾ. ഞാൻ എന്ത് ചെയ്യണേ, ഈഗർലി വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിന്നു, ആ ഡോളിനെ വെയിറ്റ് ചെയ്തു. ബട്ട് ഷീ ഡിഡിൻ കം ബാക്ക്. പക്ഷേ അവളെന്താണ്, തിരിച്ചു വന്നില്ല. ഐ ബാഡ്ലി വാണ്ടഡ് ടു സീ ഹർ. ഇറ്റ്സ് ബീൻ സോ ഹാർഡ് ഫോർ മീ. ഇതെനിക്ക് വളരെ ബുദ്ധിമുട്ട്, വളരെ ഹാർഡായിരുന്നു. ഐ മിസ് ഹർ സോ മച്ച്. ഞാൻ വളരെയധികം അവളെ എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഐ വാസ് സോ ഹാപ്പി വെൻ കാഫ്ക ഗേവ് ഹെർ ലെറ്റേഴ്സ് ഫ്രം ലെവി. കാഫ്ക അവൾ ലെവിയിൽ നിന്നും കൊണ്ടുവരുന്ന ലെറ്റേഴ്സൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഞാൻ എന്താണ്, വളരെയധികം സന്തോഷമായി. ഐ ലവ് റീഡിങ് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ആൻഡ് ഓൾ ദ അമേസിങ് തിങ്സ് ഷീ സോ. അവൾ കണ്ട അമേസിങ് തിങ്സിനെ കുറിച്ചുള്ള അഡ്വഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ വായിക്കുന്നതിൽ എനിക്ക് വളരെയധികം എനിക്ക് അതിനോട് വളരെയധികം ഇഷ്ടം തോന്നി. ബട്ട് നൗ ദർ ആർ നോ ലെറ്റേഴ്സ്. പക്ഷെ ഇപ്പം എന്താണ്, ലെറ്റേഴ്സ് ഒന്നുമില്ല. ഐ വിഷ് ലെവി വുഡ് കം ബാക്ക് ആൻഡ് എക്സ്പ്ലെയിൻ എവറിത്തിങ്. ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ തിരിച്ചു വന്നിട്ട് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നാണ്. ഐ ലവ് ഹെർ സോ മച്ച് ആൻഡ് ജസ്റ്റ് വാണ്ട് ഹെർ ടു ബാക്ക് വിത്ത് മീ അഗെയിൻ. എന്താണ്, ഐ ലവ് ഹെർ സോ മച്ച്. ഞാൻ അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഐ ജസ്റ്റ് വാണ്ട് ഹെർ ടു ബാക്ക് വിത്ത് മീ അഗെയിൻ. അവൾ വീണ്ടും തിരിച്ചു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഗേളിൻ്റെ തോട്ട്സ് കൂടി എഴുതി ഇമോഷൻസൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഈ ഡയറി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ അല്ലെങ്കിലും കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഈ ഡയറി കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ഹിയർ ഈസ് ദ ലെറ്റർ റിട്ടൺ ബൈ എ ഡോൾ ടു ദ ഗേൾ. റീഡ് ഇറ്റ്.
ഡോൾ ടു ദ ഗേൾ, അതായത് ഡോള് ഗേളിന് എഴുതിയ ലെറ്ററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മളോട് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗേളിൻ്റെ പേരെന്താണ് നമുക്ക് മനസ്സിലായില്ല, എന്താണ്? ഇർമയാണല്ലേ. നോക്കൂ, ഡിയർ ഇർമ, ഹൗ ആർ യു, ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. ഹൗ ആർ യു, നിനക്ക് സുഖമല്ലേ? ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്, നിനക്ക് ഞാൻ അയച്ച ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടാകുമെന്നും നീ അതൊക്കെ വായിച്ചിട്ട് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹൗ ക്യാൻ ഐ ഫോർഗോട്ട് ദിസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു, ഞാൻ എങ്ങനെ നിന്നോടൊപ്പമുള്ള ഹാപ്പി ഡേയ്സ് മറക്കുമെന്ന് ചോദിക്കുകയാണ്. ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്, നിന്നിൽ നിന്നാണ് ഒരു അമ്മയുടെ ആദ്യത്തെ സ്നേഹം ഞാൻ അറിഞ്ഞത്. യു ബാത്ത്ഡ് മീ, നീ എന്നെ കുളിപ്പിച്ചു. ഡ്രസ്ഡ് മീ, ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. ക്യാരിഡ് മീ ഇൻ യുവർ ആംസ് ആൻഡ് മെയ്ഡ് എ ബേർഡ് ഫോർ മീ, അത് നീ എന്നെ ക്യാരി ചെയ്ത് കണ്ട് നിൻ്റെ കൈകളിൽ ഇങ്ങനെ ക്യാരി ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നീ എന്തുണ്ടാക്കി, ബെഡൊക്കെ ഉണ്ടാക്കി. യു വർ ഓൾവേസ് ബിസി വിത്ത് സ്വീയിങ് ക്ലോത്ത്സ് ഫോർ മീ, നീ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് സ്വീയിങ് എന്ന് പറഞ്ഞാൽ തുന്നില്ലേ, ക്ലോത്ത്സൊക്കെ തുന്നി തന്നു. ടേക്കിംഗ് മീ എവരിവെർ യു വെൻ ആൻഡ് ഫീഡിങ് മീ, എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നീ എന്നെ എന്താണ് എല്ലായിടത്തേക്കും എന്നെ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഫീഡ് ചെയ്തു, ഭക്ഷണം കഴിപ്പിച്ചു, ഭക്ഷണം തന്നു. ഹൗ ഐ വിഷ് യു വർ വിത്ത് മീ നൗ, ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ. വെൻ ഷാൽ വി മീറ്റ് അഗെയിൻ, വിത്ത് ലോഡ്സ് ഓഫ് ലവ്, യുവേഴ്സ് ലെവി. അപ്പോൾ എന്താണ് ഡോള് ഈ ഗേളിന് അയച്ച കത്താണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റ് റിപ്ലൈ ടു ലെവി, നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളാണ് ഇർമ എന്ന് ഇമാജിൻ ചെയ്തിട്ട് ലെവിക്ക് ഒരു റിപ്ലൈ ലെറ്റർ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മറുപടി കത്ത് നിങ്ങളോട് അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഈ മറുപടി കത്തിൽ എന്തൊക്കെ എഴുതാം? ഫസ്റ്റ് നമുക്ക് എഴുതാം ബെർലിൻ 15 ഗാർട്ടൻ സ്റ്റാർസ് 15 ജൂലൈ 2024. ദെൻ നെക്സ്റ്റ് എഴുതാം ഡിയർ ലെവി. ദെൻ എഴുതാം ഐ വാസ് സോ ഹാപ്പി ടു റിസീവ് യുവർ ലെറ്റർ ആൻഡ് ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. നിൻ്റെ അഡ്വഞ്ചേഴ്സിനെ കുറിച്ചുള്ള ലെറ്റേഴ്സൊക്കെ വായിച്ചിട്ട് ഞാൻ എന്താണ് വളരെയധികം സന്തോഷത്തിലാണ്. ഐ ഹാവ് ബീൻ മിസ്സിങ് യു സോ മച്ച്, ഞാൻ എന്താണ് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു കം ബാക്ക് ബട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഐ റിമെമ്പർ ഓൾ ദ ഹാപ്പി ടൈംസ് വി സ്പെൻഡ് ടുഗെദർ, നിന്നോടൊപ്പം ചിലവഴിച്ച ഹാപ്പി മൊമെൻറ്റ്സ്, ഹാപ്പി ടൈംസ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. യു വർ ഓൾവേസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ലവ് ടേക്കിംഗ് കെയർ ഓഫ് യു. എന്താണ് യു ആർ ഓൾവേസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ആൻഡ് ലവ് ടേക്കിംഗ് കെയർ ഓഫ് യു. ഐ മെയ്ഡ് ഷുവർ യു ഹാഡ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് കംഫർട്ടബിൾ പ്ലേസ് ടു സ്ലീപ്പ്, ഞാൻ എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് എന്താണ് ബെസ്റ്റ് ക്ലോത്ത്സും കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആൻഡ് എ കംഫർട്ടബിൾ പ്ലേസ് ടു സ്ലീപ്പ്, നിനക്ക് ഉറങ്ങാനായിട്ട് കംഫർട്ടബിൾ പ്ലേസ് ഒക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ ആം ഗ്ലാഡ് യു ആർ ഹാവിങ് ഫൺ വെർ എവർ യു ആർ ബട്ട് ഐ വിഷ് യു വേർ ഹിയർ വിത്ത് മീ. എന്താണ് നീ എവിടെ ഇരുന്നാലും എന്തായിരിക്കും, നല്ല ഫണ്ണായിട്ട് ഇരിക്കുമെന്നൊക്കെ പറയുകയാണ്. ഐ മിസ് അവർ ടൈം ടുഗദർ ആൻഡ് പ്ലേയിങ് വിത്ത് യു, നമ്മൾ ഒരുമിച്ചുള്ള ടൈമും അതുപോലെ തന്നെ നിന്നോടൊപ്പമുള്ള ഒരുമിച്ചുള്ള കളിയും ഒക്കെ ഞാൻ എന്താണ് മിസ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു വിൽ കം ബാക്ക് സൂൺ ആൻഡ് വി ക്യാൻ ബി ടുഗദർ അഗെയിൻ. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുന്നു നീ ഉടനെ തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് വി ക്യാൻ ബി ടുഗദർ അഗെയിൻ, നമുക്ക് വീണ്ടും അങ്ങനെ ഒരുമിക്കാം. പ്ലീസ് റൈറ്റ് അഗെയിൻ ആൻഡ് ടെൽ മീ മോർ അബൌട്ട് വേർ യു ആർ ആൻഡ് വാട്ട് ആർ യു ഡൂയിങ്. നീ എന്ത് ചെയ്യണം, വീണ്ടും എനിക്ക് കത്ത് എഴുതണം. എന്തൊക്കെ എഴുതണം അതിൽ? വേർ യു ആർ, നീ എവിടെയാണെന്നും അതുപോലെ തന്നെ വാട്ട് യു ആർ ഡൂയിങ്, നീ എന്താണ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നീ എനിക്ക് കത്ത് എഴുതണം. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് ലെറ്റർ, ഞാൻ നിൻ്റെ അടുത്ത ലെറ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. വിത്ത് ലോഡ്സ് ഓഫ് ലവ് ഇർമ. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഇർമയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ലെവിക്ക് ഒരു റിപ്ലൈ ലെറ്റർ ഇതുപോലെ എഴുതുക. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? വാട്ട് ഇഫ് ഇർമ വേർ ലിവിങ് ഇൻ അവർ ടൈംസ്? ക്ലോസ് യുവർ ബുക്ക് ആൻഡ് ലിസൺ ടു യുവർ ടീച്ചർ. ഇർമ എന്താണ് നമ്മളുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലോസ് യുവർ ബുക്സ് ആൻഡ് ലിസൺ ടു യുവർ ടീച്ചർ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്ക് അടച്ചു വെച്ച് നിങ്ങൾ ടീച്ചർ എന്താണോ പറയുന്നത് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ഇർമ ലൗഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഇർമ എന്താണ് അവളുടെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
വേണ്ടത് എന്താണ്? ഇർമ ലവ് ചെയ്തിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. അവൾ എന്താണ് ഈവനിങ്ങിലൊക്കെ എന്തിനു പോകും? സൈക്ലിങ്ങിന് പോകുമായിരുന്നു. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അവൾ ഒരുപാട് റൈഡ് ചെയ്താലും എന്താണ്? ഒരിക്കലും എന്തായിരുന്നില്ല, അവൾ ടയേർഡ് ആയിരുന്നില്ല. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. ഏർലി ഇൻ ദ മോർണിംഗ് അവൾ എന്ത് ചെയ്യുമായിരുന്നു? ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുമായിരുന്നു. ബട്ട് എവറിത്തിങ് ചേഞ്ച്ഡ് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. പക്ഷെ ഇതെല്ലാം മാറി മറിഞ്ഞ് എങ്ങനെ? വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയതോട് കൂടി കാര്യങ്ങളെല്ലാം ആകെ ചേഞ്ച് ചെയ്തു, മാറി. Then at first Irma used her phone for taking to her friends and taking photos. Talking to her friends and taking photos. At first ഫസ്റ്റൊക്കെ എന്തായിരുന്നു? ഇർമ എന്തിനു വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നത്? അവളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനുമായിരുന്നു. ബട്ട് ആസ് ടൈം വെൻറ്റ് ഓൺ, സമയം അങ്ങനെ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഹൈസ് ഓഫ് ദ സ്ക്രീൻ. പിന്നെ എന്താണ്? അങ്ങനെ അവൾക്ക് അല്ലെങ്കിൽ ശേഷം എന്താണ്? അവൾക്ക് എന്താണ്? ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. വൺസ് ഷീ സ്റ്റാർട്ടഡ് യൂസിങ് ഹെർ സ്മാർട്ട് ഫോൺ ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ, വാച്ച് വീഡിയോസ് ആൻഡ് പ്ലേ ഗെയിംസ് ഫോർ ഹവേഴ്സ്. ദെൻ ഓഫൻ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൻ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. ദെൻ എന്താണ്? ഇർമാസ് മദർ നോട്ടീസ് ദിസ് ആൻഡ് ഷീ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. ഇതെന്താണ്? അവളുടെ അമ്മ എന്താണ് ഇതവൾ നോട്ടീസ് ചെയ്യുകയാണല്ലേ? ഇതെന്താണ്? അവൾ ചിന്തിക്കുകയാണ്, ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അപ്പോൾ എന്താണ് നമ്മൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്ന് നോക്കിയാലോ? നോക്കൂ. നൗ റീഡ് ദ പാസേജ്, പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് വിത്ത് വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ആൻഡ് റൈറ്റ് ദം ബിലോ. എന്താ നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്തേ ഉള്ളൂ? നമുക്കിപ്പോൾ ഇറ്റാലിക്സിൽ കുറേ സെൻറ്റൻസ് നമ്മൾ വായിച്ചല്ലോ. അതായത് വുഡും ഷുഡും കുഡൊക്കെ വെച്ചുള്ള സെൻറ്റൻസ് നമ്മൾ വായിച്ചല്ലോ. ആ സെൻറ്റൻസ് കൂട്ടുകാരൻ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എളുപ്പമല്ലേ? ഓക്കെ, ഒന്ന് നമുക്ക് എക്സാമ്പിളായിട്ട് നൽകിയിട്ടുണ്ട്. ഇൻ ദ ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് എഴുതാം? യെസ്, ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അതുപോലെ നെക്സ്റ്റ് എഴുതാം, ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. ദെൻ ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. Then she would scroll through social media, watch videos and play games for hours. Then she could not help reaching for her phone. Then Irma should not let herself be carried away by the smartphone. The last spending time outdoors and enjoying real life moment should be just as important as the digital world to her. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ? ഇതുപോലെ എന്ത് ചെയ്യുക? ഇറ്റാലിക്സിൽ എഴുതുന്ന വേർഡ്സ് എഴുതിയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ ഇതുപോലെ എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ സെൻറ്റൻസ് ഫ്രം ദ എബോവ്. ഷുഡ് നൽകിയിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താണ്? റിഫർ ടു ഡ്യൂട്ടി ഓർ ഒബ്ലിഗേഷൻ. എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ചെയ്തതിന്, ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമ, എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ ചെയ്തതിനൊക്കെ റെഫർ ചെയ്യുന്നതാണ് ഏത്? ഷുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൊമെൻറ്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ദ ഡിജിറ്റൽ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. യെസ്, ഇർമാസ് മദർ തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർസെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദ സ്മാർട്ട് ഫോൺ. ഓക്കെ, ദ നെക്സ്റ്റ് വുഡിൻ്റെ ഫംഗ്ഷനാണ് ടു റിഫേഴ്സ് ടു പാസ്റ്റ് ഹാബിറ്റ്സ്. പാസ്റ്റ് ഹാബിറ്റ്സിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? വുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നമുക്ക് ഏതൊക്കെ എഴുതാം? യെസ്, ഷീ വുഡ് ഗോ സൈക്ലിംഗ് ഇൻ ദ ഈവനിങ്. നമുക്ക് മുകളിൽ നൽകിയിട്ടുള്ള സെൻറ്റൻസിന് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഷീ വുഡ് ഗോ സൈക്ലിംഗ് ഇൻ ദ ഈവനിങ്. നെക്സ്റ്റ് എഴുതാം. നെക്സ്റ്റ് ഇതുപോലെ വുഡ് വരുന്ന സെൻറ്റൻസ് ഏതാണ്? യെസ്, എക്സാമ്പിളായിട്ട് യെസ്, ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഏർലി ഇൻ ദ മോർണിംഗ്. ദെൻ ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതെഴുതാം? കുഡ് വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നോക്കൂ, കുഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? യെസ്, ടു റിഫർ ടു പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റ് എബിലിറ്റി പറയുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? യെസ്, കുഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുഡ് ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ സെൻറ്റൻസാണ് നൽകിയിട്ടുള്ളത്? എഴുതാമല്ലോ. ഓക്കെ, എഴുതാം. ഫസ്റ്റ് എഴുതാം. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ദെൻ ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദ സ്ക്രീൻ. ദെൻ ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൻ ഷീ വാസ് ബിസി വിത്ത്
അതർ തിങ്സ്. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഇതുപോലെ ഷുഡും വുഡും കുഡും വെച്ച് വരുന്ന സെൻറ്റൻസുകൾ, അതായത് ഇതിൽ നിന്നുള്ള എക്സാമ്പിൾസ് നമ്മൾ മുകളിൽ എഴുതിയ സെൻറ്റൻസുകളെ നോക്കി എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി, നോട്ടീസ് ദ വേർഡ് ഇൻ ഇറ്റാലിക്സ്. നമുക്ക് എന്താണ് സ്റ്റോറിയിൽ നിന്ന് എടുത്ത് നൽകിയിട്ടുള്ള സെൻറ്റൻസുകൾ കുറേ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഇറ്റാലിക്സ് വേർഡ്സിന് നമ്മളോടൊന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വേർഡ്സ് ഒന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. He met a girl who was crying because she had lost her favorite doll. ഇവിടെ ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്ന വേർഡ് ഏതാണ്? യെസ്, വൂ ആണല്ലേ. ദെൻ നോക്കൂ, കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ. അപ്പോൾ അവിടെ ഇറ്റാലിക്സിൽ എഴുതിയ വേർഡ് ഏതാണ്? വിച്ചാണ് അല്ലേ. ഇറ്റാലിക്സിൽ എഴുതിയിട്ടുള്ള വേർഡ് ഏതാണ്? വിച്ചാണ്. അപ്പോൾ ഈ വിച്ചും വൂ ഒക്കെ എന്താണ് കൂട്ടുകാരെ? യെസ്, റിലേറ്റീവ് പ്രോനൗൺസ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. നൗ റീഡ് ദിസ് പോം. They kept their streets so clean and nice with action that were truly wise. ഇവിടെ എന്താണ്? ഇറ്റാലിക്സ് നൽകിയൊരു വേർഡ് ഉണ്ടല്ലോ, ഏതാണത്? യെസ്, ദാറ്റ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. There was a boy named Jack who led the way. Then നോക്കൂ, ഇവിടെ ഈ പോയത്തിലും എന്താണ് കുറേ ഇറ്റാലിക്സ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ് നോക്കുന്നത്? ദേ കെപ്റ്റ് ദെയർ സ്ട്രീറ്റ്സ് സോ ക്ലീൻ ആൻഡ് നൈസ് വിത്ത് ആക്ഷൻ ദാറ്റ് വർ ട്രൂലി വൈസ്. ദർ വാസ് എ ബോയ് നെയിംഡ് ജാക്ക് ഹു ലെഡ് ദ വേ പിക്കിംഗ് അപ്പ് ലിറ്റർ എവരി സിംഗിൾ ഡേ. ഹി ന്യൂ ദാറ്റ് എ ക്ലീൻ ടൗൺ ബ്രിങ്സ് cheer, so he worked hard to keep it clear. ഇവിടെ നോക്കൂ, ദാറ്റും ഉപയോഗിക്കുന്നുണ്ട്, വൂവും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. Then നോക്കൂ, നെക്സ്റ്റ് നോക്കൂ. And then there was Lucy who had knack for using less plastic cutting bag. She carried a bottle that she had always filled, choosing to help rather than just chill. In the park they found a spot, a secret garden that meant a lot. Plants and flowers which they adored, they cared for each their spirit soared. അപ്പോൾ നോക്കൂ, ഇവിടെ ദാറ്റ് ഉണ്ട്, ഹൂം ഉണ്ട്, വിച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ് കൂട്ടുകാരെ? യെസ്, റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. അപ്പോൾ ഈ ദാറ്റും ഹോം വിച്ചൊക്കെ എന്താണ്? റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഓക്കെ, നോക്കൂ. യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലാൻ. മിലനും ദിയയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റാലിക്സിൽ എഴുതിയ വേർഡ്സ് ഉണ്ടല്ലോ, അതായത് ദാറ്റ്, വിച്ച്, ഹൂ, ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ദാറ്റും വിച്ചും ഹൂ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? യെസ്, വിച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെസ്, റിഫേഴ്സ് ടു തിങ്സിനെ റെഫർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസസും, അതുപോലെ നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസസും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റും അതുപോലെ തന്നെയാണ് തിങ്സിനെ റെഫർ ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ യൂസ്ഡ് റെസ്ട്രിക്റ്റീവ് ക്ലോസസ്, യൂസ്ഡ് ഇൻ റെസ്ട്രിക്റ്റീവ് ആണ്. വിച്ച് എന്താണ്? നോൺ റെസ്ട്രിക്റ്റീവ് ക്ലോസുമാണ്. ദെൻ ഹൂ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിഫേഴ്സ് ടു പീപ്പിളിനെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യെസ്, ഹൂ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഈ കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? നോക്കൂ. ഹേ, ഹാവ് യു ഹേർഡ് ഓഫ് ദ എർത്ത് ഹീറോസ് ക്ലബ്? നൗ വാട്ട്സ് ദാറ്റ്? ഇപ്പോൾ ചോദിക്കുകയാണ്, മിലൻ ചോദിക്കുകയാണ്, എന്താണത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ് ഡേഷ് ആർ റിയലി പാഷനേറ്റ് അബൌട്ട് എൻവിയോൺമെൻറ്റ് കൺസർവേഷൻ. എൻവിയോൺമെൻറ്റ് കൺസർവേഷൻ പാഷനായിട്ടുള്ള അടുത്തിട്ടുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുകയാണല്ലേ. അപ്പോൾ അവിടെ ഏതായിരിക്കും വരിക? അവിടെ ഒരു പീപ്പിളിനുള്ള റെഫർ ചെയ്യണത്. അപ്പോൾ ഏതാണ്? യെസ്, എന്താണ് വരേണ്ടത്? യെസ്, വൂ അല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഹൂ. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കൂ. Anyone wants to make a difference. Everyone can play a part in taking care of your planet, they say. അപ്പോൾ അവിടെയും എന്ത് തന്നെയാണ്? പീപ്പിളിനെ തന്നെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഏത് റിലേറ്റീവ് പ്രോനൗൺ എഴുതാം? യെസ്, വൂ തന്നെ എഴുതാം. ഓക്കെ, ദാറ്റ്സ് റിയലി സ്മാർട്ട്. ഡു ദേ ഡു എനിത്തിങ് എൽസ്? ദെൻ നോക്കൂ, ദിയ എന്താ ചോദിക്കുന്നത്? ദിയ പറയുന്നത് എന്താണ്? ദേ കൺവിൻസ്ഡ് ദേ ഷോപ്പ് കീപ്പേഴ്സ് ടു ഗിവ് അപ്പ് പ്ലാസ്റ്റിക് ബാഗ്സ്. ദേഷ് ആർ ഹാംഫുൾ ടു ദ എൻവിയോൺമെൻറ്റ്. അവിടെ എന്തായിരിക്കും വരിക? യെസ്, ദ വിച്ച് ആണല്ലേ വരേണ്ടത്. വിച്ചാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻവോൾവ്? നെക്സ്റ്റ് നോക്കാം നമുക്ക്. യു ക്യാൻ അറ്റൻഡ് ദെയർ മീറ്റിംഗ്സ് ഡേഷ് ദേ ഹോൾഡ് എവറി ഫ്രൈഡേ ആഫ്റ്റർ സ്കൂൾ. അവിടെ ഏതായിരിക്കും വരിക? യെസ്, ദാറ്റ് ആണല്ലേ. അവിടെ ഏത് റിലേറ്റീവ് പ്രോനൗണാണ് വരിക? ദാറ്റ് ആണ് വരുന്നത്. ദെൻ ഐ ആം എക്സൈറ്റഡ് ടു ജോയിൻ. താങ്ക്സ് ഫോർ ടെല്ലിംഗ് മീ അബൌട്ട് ദ
ക്ലബ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇതുപോലെ ദാറ്റും വിച്ചും ബൂവും വെച്ചിട്ട് ഈ കോൺവെർസേഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.